Having a good time here in Thailand. Having a good time here in Thailand. In Thailand. In Thailand. ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തായ്ലാൻഡിലെ രണ്ടാമത്തെ ദിവസമാട്ടോ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോവും. പട്ടായയിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്, സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഇത് മ്യൂസിയത്തിൻ്റെയും അമ്പലത്തിൻ്റെയും ഒരു ഹൈബ്രിഡ് മോഡലാണ്. ഹിന്ദു ബുദ്ധ മതങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ക്ലോക്കിൽ നിന്നും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ച് ടിക്കറ്റ് വാങ്ങണം. 1500 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. കപ്പ് ന്യൂഡിൽസ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇത് വിൽക്കുന്ന ഒരു ഷോപ്പും ഉണ്ട് കേട്ടോ. നൂഡിൽസും കഴിച്ച് പയ്യെ ഞങ്ങൾ ഉള്ളിലേക്ക് നടന്നു. ഇവിടെ വിശാലമായ ഒരു ഗ്രൗണ്ട് കാണാം. ഇത് കുതിരകൾക്കുള്ള ഗ്രൗണ്ടാണ്. വഴിയിൽ തന്നെ 2 ആട്ടിൻകുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇവര് വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ടൂർ ഷെഡ്യൂൾ. ഓരോ ബാച്ചായിട്ടാണ് ആളുകളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. ഓരോ ബാച്ചിനും ഒരു ഗൈഡ് ഉണ്ടാവും. അവരെല്ലാം വിശദമായി പറഞ്ഞു തരും. പല ഭാഷകളിലുള്ള ഗൈഡ്സ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇംഗ്ലീഷ് ഗൈഡാണ് സെലക്ട് ചെയ്തത്. 9:10 ഞങ്ങളുടെ എൻട്രി. ഗൈഡിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല കേട്ടോ. അതെല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ പ്രവേശിക്കുമ്പോൾ മുട്ടിന് മുകളിലുള്ള ഇറക്കം കുറഞ്ഞ ഷോർട്സ് ഒന്നും അനുവദിക്കത്തില്ല. അഥവാ ഷോർട്സിന് ഇറക്കം കുറവാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഇറക്കം ഉള്ള ഷോർട്സ് ലഭിക്കും. അത് ധരിച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. ദൂരെ നിന്നും മ്യൂസിയം കാണാൻ എന്ത് ഭംഗിയാണെന്നോ. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച മ്യൂസിയമാണിത്. By the way, Ma'am Sir, my name is Junix. First, I'd like to inform everyone about the rules and guidelines before entering our museum. Please follow your time schedule. Please receive and always wear your helmets inside the museum for safety purposes, because our museum is currently in refurbish. Rest assured, Ma'am Sir, that all helmets are cleaned and sanitized. And please do not remove the cover of your body inside the museum as a sign of respect to the relic of Buddha. And also, Ma'am Sir, please double check your belongings, your valuables with you, that no items left inside the museum. ടിക്കറ്റ് വാങ്ങാൻ നേരത്ത് ദേ ഇതുപോലെ ഒരു ബാൻഡും അവരിട്ട് തരും കയ്യിൽ. നമ്മളുടെ എൻട്രി ടൈം ആയിട്ടോ. കുറച്ച് പടികൾ ഇറങ്ങി വേണം മ്യൂസിയത്തിലേക്ക് പോകാൻ. അതും പൂർണ്ണമായി തടിയിൽ നിർമ്മിച്ചവയാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവർക്കും ഓരോ ഹെൽമെറ്റ് വെച്ച് അവർ വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ധരിച്ച് വേണം മ്യൂസിയം സന്ദർശിക്കാൻ. കാരണം ഇതിപ്പോഴും പണിതീരാത്ത മ്യൂസിയമാണേ. My name is Max. I'll be the staff taking care of you during the trip, giving information, direction, and explaining the concept. Why we built the museum here. ചെറിയ പുഴ കടന്നു വേണം മ്യൂസിയത്തിൽ എത്താൻ. ഇവിടെ ബോട്ട് റൈഡിങ്ങും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മ്യൂസിയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ തടിയിൽ തീർത്ത കുറേ ശില്പങ്ങൾ കാണാൻ സാധിക്കും. ഇതെല്ലാം മ്യൂസിയത്തിന് വേണ്ടി നിർമ്മിച്ചവയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവരുടെ പണിപ്പുരയാണ്. കുറേ ആളുകൾ ഇവിടെ തടി ചെത്തി ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം.
മ്യൂസിയത്തിൻ്റെ മിനിയേച്ചർ മോഡലാണ്. മ്യൂസിയത്തിൻ്റെ കെട്ടിടം പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെയുള്ളവർ ആണി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. പകരം തടി കൊണ്ട് തന്നെ പലതരത്തിലുള്ള ലോക്കുകൾ കൊണ്ടാണ് തടി കഷ്ണങ്ങൾ യോജിപ്പിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള വുഡൻ ലോക്കിംഗ് രീതികൾ വിശദീകരിച്ച് തരികയാണ് നമ്മളുടെ ഗൈഡ്. To make the train the structure that can hold all the weight of the standings and the roof. This technique is likely to see nowadays. We use it in the curved area, balcony, and the stairway. It can connect together like this. The wooden weight is work right here. Mechanics in the body of the museum. When we try to wood with small areas, we use the nail. But if the wooden nails combine with wooden pin and wooden waste, then we use the driller machine to make the hole in the wood. Put the wooden pin first, follow with the wooden waste, place it. Then how we try it with the wooden nail. This technique is used for the big area or the big carving, so it's called long dovetail because we can divide the big piece into the many small pieces of wood and then we add one by one to complete the big piece. But this technique might be a little bit moving, so we use the butterfly joint to tighten it to some area before out. So the butterfly joint will be just like this one. ഇതാണ് ആരെയും വിസ്മയിപ്പിക്കുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്ത്. തടിയിൽ തീർത്ത ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. 32 ഏക്കറിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഉയരം ഏകദേശം 105 മീറ്റർ ആണ്. കെട്ടിടത്തിൻ്റെ വിസ്തീർണം ഏകദേശം 1 ഏക്കറോളം വരും. 1981 തായ് മില്യണയറായ ലേക്ക് പിരിയാഫെൻ്റ് ആണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. മനുഷ്യനും കലയും പ്രകൃതിയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെ തണൽ മരങ്ങളുടെ താഴെയായിട്ട് ഒരാൾ സൈലോഫോൺ വായിക്കുന്നുണ്ട്. അവിടെ തന്നെ സ്നാക്സ് കിട്ടുന്ന കുറേ കടകളുമുണ്ട്. അവിടെ കുറച്ചു നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ കെട്ടിടത്തിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു. ഇവിടെ ആളുകൾ നവീകരണ ജോലികൾ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻട്രൻസ്. മുഴുവനായും തടിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ എവിടെ നോക്കിയാലും ആരെയും വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികൾ കാണാൻ കഴിയും. മൈഡൻ, മൈഡാക്കിയൻ, മൈ പാഞ്ചാക്ക്, തേക്ക് തുടങ്ങിയ തടികളാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പിൽ തന്നെ ഗരുഡന് മുകളിൽ ഇരിക്കുന്ന വിഷ്ണുവിന്റെ ശില്പമാണ് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം കൊത്തുപണികൾക്കായി വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ മേൽക്കൂരകൾ വരെ വളരെ ഭംഗിയായിട്ടാണ് കുത്തിവെച്ചിരിക്കുന്നത്. ഗോഡ് ഓഫ് എർത്തിന്റെ ശില്പമാണിത്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്നും നോക്കിയാൽ ദൂരെ ഗൾഫ് ഓഫ് തായ്ലാൻഡും കാണാം. ഇത് വായുദേവന്റെ ശില്പമാണ്. ഇവിടെ ഓരോ മതത്തിൻ്റെയും പ്രതീകങ്ങളുണ്ട്.
ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ബുദ്ധൻ തുടങ്ങിയവയുടെ സ്റ്റാച്ചുകളും പല ഭാഗത്തും കാണാം. ഇത് വിഷ്ണു ഭഗവാന്റെ ശില്പമാണ്. മുകളിലായി ഗണപതിയുടെ ശില്പവും കാണാം. മുമ്പിൽ കാണുന്നത് സൂര്യഭഗവാന്റെ ശില്പമാണ്. ഇത് ആളുകളെ ആകർഷിപ്പിക്കുന്ന ഒരു കെട്ടിടം മാത്രമല്ല കേട്ടോ, മനുഷ്യ സാഹചര്യങ്ങളെയും ജീവിതത്തെയും കുറിച്ച് സംസാരിക്കുന്ന മഹത്തായ ഒരു കലാസൃഷ്ടി കൂടിയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പുറത്തേക്ക് പോകുന്ന വഴിയിലും തടിയിൽ തീർത്ത ശില്പങ്ങൾ കാണാം. ഫുള്ള് തടിയിൽ നിർമ്മിച്ചതായതുകൊണ്ട് മഴയിലും വെയിലിലും കാലപ്പഴക്കം വന്ന കുറേ ശില്പങ്ങൾ കെട്ടിടത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നിറയെ മരങ്ങളുള്ള വഴിയിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടത്. വന്ന വഴികളിലൂടെ തന്നെ സ്റ്റെപ്പൊക്കെ കയറി പുറത്തേക്ക് നടന്നു. ടാക്സി ബുക്ക് ചെയ്ത് നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയി ബാഗ് എല്ലാം എടുത്ത് ഞങ്ങൾ പോയത് പട്ടായ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് പട്ടായ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഇവിടെ നിന്നുമാണ് ബാങ്കോക്കിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുക. 160 തായ് ബാത്താണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഇവിടെ വലിയൊരു വെയിറ്റിംഗ് ഏരിയയും കുറച്ച് കടകളും ഉണ്ട്. ലഗേജ് കൂടുതലാണെങ്കിൽ വെയിറ്റ് അനുസരിച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ലഗേജും കയറ്റി ഞങ്ങൾ ബസ്സിനുള്ളിൽ കയറി. AC ബസ്സാണ്. ഏറ്റവും പുറകിലെ സീറ്റാണ് കിട്ടിയത്. രണ്ടര മണിക്കൂറിന് ശേഷം ബാങ്കോക്ക് എക്കാമായി ബസ് സ്റ്റേഷനിലെത്തി. ഗ്രാബ് ആപ്പ് വഴി ടാക്സി വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. അഗോഡ ഉപയോഗിച്ചാണ് ഞങ്ങൾ റൂംസ് ബുക്ക് ചെയ്തത്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ.
ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു മസാജ് പാർലറും ഉണ്ട്. റൂം കീ കാർഡിനോ 200 തായ് ബാത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യാഷ് തിരികെ കിട്ടും. ഇതാണ് ഞങ്ങളുടെ റൂം. കയറുമ്പോൾ തന്നെ ബാത്റൂമാണ് ഉള്ളത്. കെറ്റിൽ, ടീ കപ്സ്, വാട്ടർ ബോട്ടിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വിചാരിച്ചതിലും ചെറിയ റൂമായിട്ടാണ് തോന്നിയത്. 1710 രൂപയാണ് ഒരു ദിവസത്തെ റെന്റ്. ഫ്രഷപ്പായി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി പോകുന്നത് ഗോൾഡൻ മൗണ്ട് എന്ന ടെമ്പിളിലേക്കാണ്. ഗോൾഡൻ മൗണ്ട് ടെമ്പിൾ വാട്സാഗിതെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് ഒരു ബുദ്ധക്ഷേത്രമാണ്. ഇതൊരു ബുദ്ധക്ഷേത്രം മാത്രമല്ല കേട്ടോ, മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. ഗോൾഡൻ മൗണ്ട് ടെമ്പിൾ ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. ടാക്സിയിൽ നിന്നിറങ്ങി എൻട്രൻസിലേക്ക് നടന്നു. 100 തായ് ബാത്താണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. 344 പടികൾ കയറി വേണം ടെമ്പിളിലെത്താൻ. എൻട്രൻസിന്റെ ഇരുവശങ്ങളിലും ആനയുടെ പ്രതിമകളുണ്ട്. ഈ പടികളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ ഉയരം കുറഞ്ഞവയാണ്. അതുകൊണ്ട് തന്നെ കയറുന്നവർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് വളരെ കുറവായിരിക്കും. ഋതുക്കുട്ടി തന്നെ ഈ 344 സ്റ്റെപ്പും കയറിയാണ് മുകളിലെത്തിയതെന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ. ഇവിടെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലാണ്. മുകളിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം മണികൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ മണികൾ മുഴക്കിയാൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. മുകളിൽ നിന്നും താഴെയുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ അടുത്ത് തന്നെ വേറെയും കുറച്ച് ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷൂസ് ഊരേണ്ടതില്ല. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇടതുഭാഗത്ത് ബുദ്ധന്റെ പല ഭാവങ്ങളിലുള്ള രൂപങ്ങൾ കാണാൻ കഴിയും. അമ്പലത്തിന്റെ മധ്യഭാഗത്തായി 4 ദിക്കിലും നോക്കി ധ്യാനമുദ്രയിലിരിക്കുന്ന ബുദ്ധനെ കാണാം. ഇവയെല്ലാം സ്വർണം കൊണ്ടുണ്ടാക്കിയവയല്ല. ഗോൾഡൻ ലീഫ് കൊണ്ട് കവർ ചെയ്തതോ ഗോൾഡൻ കളർ പെയിന്റ് ചെയ്തതോ എന്തോ ആണ്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. അമ്പലത്തിനുള്ളിൽ തന്നെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സും വിൽക്കുന്ന കടയുമുണ്ട്. മിക്ക ബുദ്ധക്ഷേത്രങ്ങളിലും ഉള്ള ഒരു ആചാരമാണ് സിയാസി അഥവാ ഫോർച്യൂൺ സ്റ്റിക്ക്. ഒരു പാത്രത്തിൽ കുറച്ച് വടികഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടാകും. ആ പാത്രം നമ്മൾ കുലുക്കി കുലുക്കി ഒരു വടികഷ്ണം താഴെയിടണം. എല്ലാ വടികഷ്ണത്തിലും ഒരു സംഖ്യ എഴുതിയിട്ടുണ്ടാവും. അവിടെ അടുത്ത് തന്നെ ഒരു ഷെൽഫും കാണും. അതിൽ നിറയെ പേപ്പർ സ്ലിപ്പ് ഉണ്ടാവും. നമുക്ക് കിട്ടിയ വടിയുടെ സംഖ്യ ഉള്ള അറയിൽ നിന്നും പേപ്പർ സ്ലിപ്പ് എടുക്കണം. അതിൽ നമ്മളുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഭാഗ്യം എഴുതിയിട്ടുണ്ടാകും. അതാണ് വിശ്വാസം. ഈ സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിന്റെ മുകളിലെത്താൻ. കുറച്ച് ഇടുങ്ങിയ വഴിയാണ്.
മുകളിലെത്തിയാൽ അമ്പലത്തിന്റെ പ്രധാന സ്തൂപം കാണാൻ സാധിക്കും. വളരെ ഉയരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കാണാൻ വളരെ മനോഹരമാണ്. ഇതിന്റെ 4 ദിക്കിലും കാണുന്ന പ്രതിമ യക്ഷകന്മാരുടേതാണ്. ദുഷ്ടശക്തികളിൽ നിന്നും അമ്പലത്തെ രക്ഷിക്കുന്ന കാവൽക്കാരാണ് ഇവരെന്നാണ് വിശ്വാസം. ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മലയുടെ മുകളിലാണ്. പണ്ട് ഇവിടെ നിർമ്മിച്ച അമ്പലം പൊളിഞ്ഞു വീണതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മല. 18-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് ബാധിച്ച് മരിച്ച 60,000-ഓളം ആളുകളെ അടക്കം ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നാൽ സൺസെറ്റ് കാണാൻ പറ്റും. മാത്രമല്ല ബാങ്കോക്ക് നഗരത്തിന്റെ ഒരു 360 ഡിഗ്രി വ്യൂയും ഇവിടെ നിന്നാൽ നമുക്ക് കാണാം. ഇരുട്ടാകുമ്പോൾ ഇടുന്ന ലൈറ്റ് അമ്പലത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ അമ്പലത്തിന്റെ താഴെയുള്ള മുറികളിലാണ് ഇവിടുത്തെ ബുദ്ധ സന്യാസികൾ താമസിക്കുന്നത്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ലാട്ടോ. അങ്ങനെ പടികളിറങ്ങി താഴെ എത്തുമ്പോൾ കുറച്ച് കഴുകന്മാരുടെയും മനുഷ്യരുടെയും ശില്പങ്ങൾ കാണാം. പ്ലേഗ് ബാധിച്ച് മരിച്ചവരെ അടക്കം ചെയ്തതിന്റെ ഓർമ്മയ്ക്കാണ് ഇത് നിർമ്മിച്ചത്. താഴെ എത്തി പുറത്തേക്കുള്ള വഴിയിലേക്ക് നടന്നു. വളരെ വൃത്തിയുള്ള വഴികളാണ് ഇവിടെയൊക്കെ. രാത്രിയിൽ ദൂരെ നിന്നും അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് ഇനി പോകുന്നത് ചൈന ടൗണിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ചൈന ടൗൺ ആണ് ബാങ്കോക്കിലെ ചൈന ടൗൺ. 1700-കളിൽ ചൈനീസ് കുടിയേറ്റക്കാർ നിർമ്മിച്ചതാണ് ഇത്. ഇവിടെ നിറയെ സ്ട്രീറ്റ് ഫുഡ്സ്, സ്വർണ്ണക്കടകൾ, അമ്പലങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. രാത്രികളിൽ തിരക്കേറിയ ഒരു സ്ഥലമാണ് ചൈന ടൗൺ. വഴിയിൽ നിറയെ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന കടകളാണ്. ക്രിസ്പി പാൻകേക്ക് ആണ് ഇത്. മുട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു പ്ലേറ്റ് വാങ്ങി. ഇത് പോർക്കിന്റെ പല ഫ്ലേവറിലുള്ള സ്റ്റിക്കാണ്. ഒരെണ്ണത്തിന് 20 തായ് ബാത്താണ് വില. അതും ഒരെണ്ണം വാങ്ങി. പിന്നെ ഒരു തങ്കുളുയും വാങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോഴാണ് ബാക്കി കടകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കട കണ്ടത്. ഇവിടെ ഫ്രൈ ചെയ്ത പുഴുക്കളെയും തേളിനെയും പുൽച്ചാടിയെയും ആണ് വിൽക്കുന്നത്. ഇത് പുൽച്ചാടി. ഇത് പട്ടുനൂൽപ്പുഴു. പുറകിലുള്ളത് ചീവീട്. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റ് പറഞ്ഞു. $50 തായ് ബാത്താണ് വില. അതിലെന്തോ പൊടിയും സോസും ഒക്കെ ഇട്ട് കലക്കി തന്നു. പുഴു. മറ്റേ ചക്കച്ചോള അല്ലാതെ മറ്റേ സാധനമില്ലേ വെള്ളം അത് വറുത്ത ടേസ്റ്റ്, ഉപ്പില്ലാത്തത്. പുൽച്ചാടി.
ഒരു ചെമ്മീൻ വറുത്ത ഉണക്ക ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഉണ്ടപ്പുഴു. Cheers. വലിയ വികാരമൊന്നുമില്ല. ടേസ്റ്റ് പറയാനും മാത്രം ഒന്നും തോന്നുന്നില്ല. പിന്നെന്താ ഉള്ളത് നമുക്ക്? എല്ലാം മിക്സ് ആയതുകൊണ്ട് എന്ത് തിന്നു എന്ത് തിന്നില്ല എന്നറിയില്ല. കറുത്ത സാധനം ചീവീട്. ചീവീട് ഒരുമാതിരി ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അത് ഒരു ഇച്ചിരി കരിഞ്ഞ ചിക്കൻ ഫ്രൈ. എല്ലാവരും വന്നാൽ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങാമെന്ന് കരുതി. ഇവിടത്തെ മാങ്ങയൊക്കെ നല്ല ബട്ടർ പോലെയാട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ. ഇത് പോർക്ക് സൂപ്പ്, ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ്, പിന്നെ അവരുടെ എന്തോ ഒരു സോസ്, ചില്ലി സോസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. ഋതുക്കുട്ടി നല്ല ഉറക്കമായി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. കുറേ നടന്നതുകൊണ്ട് തന്നെ കാലുവേദനയും. ഹോട്ടലെത്തിയപ്പോൾ എങ്കിൽ പിന്നെ ഫുഡ് മസാജ് കൂടി ചെയ്തിട്ട് ഉറങ്ങാമെന്ന് കരുതി. ഋതുക്കുട്ടിയെ അവിടെ ഒരു ബെഡിൽ കിടത്തി ഞങ്ങൾ ഫുഡ് മസാജ് ചെയ്തു. അടിപൊളിയായിരുന്നു ഫുഡ് മസാജ്. ഇതോടെ തായ്ലാൻഡിലെ 2ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമൻസിൽ അറിയിക്കുക. വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. തായ്ലാൻഡിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.